ഹല്ലേലൂയ. ദി ഹോളി സ്പിരിറ്റ് ചിറ്റിയ മുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, അഭിഷക്തന്മാർ എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ഹാർദവമായ സ്നേഹവന്ദനത്തെയും നന്ദിയും അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് എബ്രായർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 11-ാം അധ്യായം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. അതിനാണല്ലോ പൂർവികന്മാർ സാക്ഷ്യം ലഭിച്ചത്. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, അവിടുത്തെ വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് ഇടപെടണം. വചനത്തിന് വിരുദ്ധമായി പൊങ്ങുന്ന എല്ലാ പാതാള ശക്തികളെ ശാസിക്കുന്നു. അന്ധകാര ശക്തികൾ മാറട്ടെ, പൈശാചിക മണ്ഡലങ്ങൾ ഉടരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അനേക വ്യക്തി ജീവിതങ്ങൾ വിശ്വാസമില്ലാത്ത വാഴ്ക്കയിൽ, ജീവിതത്തിൽ വിശ്വാസമില്ലാതെ തകർന്നിരിക്കുന്ന അവസ്ഥയിൽ നിരാശപ്പെടുന്ന അനേക കുടുംബങ്ങളുണ്ട്. കർത്താവെ, അവരെല്ലാം അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇന്ന് അവരുടെ ജീവിതത്തിൽ ഒരു വിശ്വാസം വർദ്ധിക്കുക. കർത്താവെ, ഈ വചന മുഖാന്തരം അവിടുന്ന് ഇടപെടുത്തണമേ. കർത്താവെ, അവിടുത്തെ വചനം ജനത്തോട് സംസാരിക്കണം. അടിയൻ്റെ കുറവുകളെ, തെറ്റുകളെ സമർപ്പിക്കുന്നു. നോട്ടത്തിലോ നടത്തിലോ ചിന്തയിലോ വന്നുപോയ എല്ലാ കുറവുകളെയും സമർപ്പിക്കുന്നു. അവിടുന്ന് അശുദ്ധികളെല്ലാം മാറ്റി ശുദ്ധീകരിക്കണം. കർത്താവെ, വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് അവിടുന്ന് സംസാരിക്കണം. ഹൗഡബല ഹസ്തുര രഗതിയ എല്ലാ ഇരുട്ടിൻ്റെ ശക്തികൾ മാറിപ്പോകട്ടെ. ദൈവവചനത്തെ വിരീതമായി പൊങ്ങുന്ന പാതാള ശക്തികളെ ശാസിക്കുന്നു. വചനമായി നിൽക്കുമ്പോൾ അടിയനെ പിന്നിൽ മറിച്ചുകൊണ്ട് കർത്താവെ അവിടുന്ന് സംസാരിക്കണം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. നമ്മുടെ ജീവിതത്തിൽ വലിയ കൊടുങ്കാറ്റ് പോലെ വിഷയങ്ങൾ ആഞ്ഞടിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം വിശ്വസിക്കണം, എൻ്റെ കർത്താവിനാൽ എല്ലാം സാധ്യമാണെന്ന്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അത് വിശ്വസിക്കുമ്പോൾ നമുക്ക് അതിൽ ഒരു റിസൾട്ടിനെ കാണുവാൻ, അത് നമ്മുടെ ജീവിതത്തിൽ ഒരു റിസൾട്ട് വെളിപ്പെടുന്നതായി കാണുവാൻ സാധിക്കും. തകർച്ചയുടെയും നിരാശയുടെയും അവസ്ഥയിൽ നീ പിറുപിറുത്താൽ നിൻ്റെ ജീവിതത്തിൽ അതേ ശൂന്യതയെ കൊണ്ടുവരുവാൻ ഇടവരും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, പ്രിയ മാതാവേ, പ്രിയ പിതാവേ, നീ ജീവിതത്തിൽ തകർന്നിരിക്കുന്ന വ്യക്തിയാണോ? നീ ജീവിതത്തിൽ നിരാശയിലിരിക്കുന്ന വ്യക്തിയാണോ? നീ വിശ്വസിക്കുക. യേശു എന്നെ വിടുവിക്കും. യേശു എൻ്റെ ഈ രോഗത്തിൽ നിന്ന് വിടുവിക്കും. യേശു എൻ്റെ കടഭാരത്തിൽ നിന്ന് വിടുവിക്കും. യേശു എനിക്ക് ജോലിയില്ലാത്ത അവസ്ഥയിൽ നിന്ന് വിടുവിക്കും. യേശു എനിക്ക് കിട്ടുവാനുള്ള സാലറിയിൽ നിന്നും വിടുവിക്കും. കിട്ടുവാനുള്ള സാലറികൾ കർത്താവ് തിരിച്ചു നൽകും. യേശു എനിക്കൊരു ഭവനമില്ലാത്ത അവസ്ഥയാണ്, യേശു എനിക്കൊരു നല്ല ഭവനം തരും. നിൻ്റെ വിഷയത്തെ ചെറുതായി കണ്ടുകൊണ്ട് നീ സേവിക്കുന്നവനാ യേശു. ആ കർത്താവ് പ്രപഞ്ചത്തെ മുഴുവനും ഒരു വാക്കിനാൽ വിളിച്ചു വരുത്തിയവനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ വിഷയത്തെ ചെറുതാക്കിക്കൊണ്ട് ദൈവത്തെ നീ വലുതാക്കി കാണുവാൻ സാധിക്കുന്നുവോ, അവിടെ നിനക്ക് ജയം പ്രാപിക്കുവാൻ സാധിക്കും. വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയമാകുന്നു. വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കത്തുള്ളൂ. ഒരുവൻ ദൈവത്തിൻ്റെ അടുത്ത് വരുന്നവൻ ദൈവമുണ്ടെന്നും ഞാൻ പ്രാർത്ഥിച്ചാൽ, ഞാൻ അപേക്ഷിച്ചാൽ എനിക്ക് അവൻ ഉത്തരം നൽകുമെന്നും വിശ്വസിച്ചെങ്കിൽ മാത്രമേ അതേ എന്നെ കേൾക്കുന്ന നമുക്ക് പ്രതിഫലം കിട്ടത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം ഇല്ലാതെ വന്നാൽ നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ സംഭവിക്കും. വിശ്വാസം ജീവിതത്തിൽ കുറഞ്ഞാൽ ആരാധനകൾ കുറയും. വിശ്വാസം ജീവിതത്തിൽ കുറഞ്ഞാൽ ദേവാലയത്തിൽ, ചർച്ചിൽ കടന്നു പോകുവാൻ സാധിക്കത്തില്ല. വിശ്വാസം നിൻ്റെ ജീവിതത്തിൽ കുറഞ്ഞാൽ നീ നിരാശനായി മാറും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയമാകുന്നു. വിശ്വാസം നമുക്ക് അത് കാണുവാൻ പറ്റത്തില്ല. നിൻ്റെ ജീവിതത്തിൽ വലിയ ഒരു തകർച്ച നേരിടുമ്പോൾ
നീ ഒന്ന് വിശ്വസിക്കുക. എൻ്റെ ശക്തിയാലോ എൻ്റെ ബുദ്ധിയാലോ എൻ്റെ കഴിവിനാലോ ഇത് സാധ്യമല്ല. എന്നാൽ എൻ്റെ യേശുവിനാൽ, ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ചവനായ എൻ്റെ ദൈവത്താൽ ഇതെനിക്ക് സാധ്യമാണ്. ആ യേശു ക്രിസ്തുവിനാൽ ഞാൻ ഇതിൽ ജയം പ്രാപിക്കും. ഇതിൽ നിന്ന് ജയം നേടുമെന്ന് നമുക്ക് പറയുവാൻ സാധിക്കുന്നുവെങ്കിൽ നിശ്ചയമായി എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, പ്രിയ മാതാവേ, നിരാശയോടെ ഇരിക്കുന്ന വ്യക്തി ജീവിതമേ, നിശ്ചയമായി നിനക്ക് ജയം പ്രാപിക്കുവാൻ സാധിക്കും. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. അവൻ നിൻ്റെ ജീവിതത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ നിശ്ചയമായി അതിന് നിനക്ക് ഉത്തരം നൽകുന്ന ഒരു കർത്താവിനെ കാണുവാൻ സാധിക്കും. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. അതിനാലല്ലോ പൂർവികന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. ഈ കാണുന്ന ലോകത്തിന് അദൃശ്യമായത് കാരണവുമായ വരുമാറായി ലോകം ദൈവത്തിൻ്റെ വചനത്തിൽ നിർമ്മിക്കപ്പെട്ടു എന്നും നാം വിശ്വാസത്താൽ അറിയുന്നു. വിശ്വാസത്താൽ ഹാനോക്ക് ദൈവത്തിൻ്റെ കായേണ്ടതിലും ഉത്തമമായ യാഗം കഴിച്ചു. അതിനാൽ അവന് നീതിമാനെന്ന് സാക്ഷ്യം ലഭിച്ചു. ദൈവം അവൻ്റെ വഴിപാട് സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരുന്നു. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ കൊണ്ടുവന്നതിനാൽ കാണാതായി അവൻ ദൈവത്തെ പ്രസാദിച്ചു. അവൻ എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നീ ഏത് വ്യക്തി ആയിക്കൊള്ളട്ടെ, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിക്കുവാൻ സാധ്യമല്ല. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുമെന്ന് വിശ്വസിക്കേണ്ടതല്ലയോ? എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, പ്രിയ മാതാവേ, നീ യേശുവിനെ അറിയാത്ത വ്യക്തിയായിരിക്കാം. എന്നാൽ നീ ഒന്ന് വിശ്വസിക്കുക. എൻ്റെ യേശു ക്രിസ്തുവിനാൽ എൻ്റെ ജീവിതത്തിൻ്റെ ഈ പ്രതിസന്ധിയെ എനിക്ക് തരണം ചെയ്ത് ജയം നേടുവാമെന്ന് പറ്റുമെന്ന് നീ വിശ്വസിക്കണം. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നില്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവന് ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുമെന്നും വിശ്വസിക്കേണ്ടതല്ലയോ? വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തതെക്കുറിച്ച് അരുൾപ്പാടുണ്ടായി ഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തെയും രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ച വിശ്വാസത്തിലുള്ള നീതിക്ക് അവൻ അവകാശിയായി തീർന്നു. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തെയും യാത്രവാക്കുവാൻ വിളിക്കപ്പെട്ടവരെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നോഹയുടെ ജീവിതം നോക്കിയാൽ നോഹ വിശ്വാസത്താലാണ് ഇതെല്ലാം ചെയ്തത്. ദൈവത്തിൻ്റെ ഒരു അരുൾപ്പാടുണ്ടായി ഒരു പെട്ടകമുണ്ടാക്കുവാൻ. എന്നാൽ നോഹ എല്ലാം വിശ്വാസത്തോടെ ചെയ്യുവാൻ, ദൈവം പറഞ്ഞതുപോലെ അളവിൽ ഒരു പെടക്കം പണിയുവാനിട വന്നു. എന്നാൽ അബ്രഹാമിൻ്റെ ജീവിതം നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും. അബ്രഹാം തനിക്ക് അവകാശമാക്കുവാൻ വിളിക്കപ്പെട്ടവരെ അനുസരിച്ച് അവിടേക്ക് പോകുന്നു എവിടേക്ക് പോകുന്നു എന്ന് അറിയാതെ പുറപ്പെട്ടു. വിശ്വാസത്താൽ അവൻ വാഗ്ദത്തദേശത്ത് ഒരു അന്യദേശത്ത് എന്നതുപോലെ ചെന്ന് വാഗ്ദത്തത്തിനായി കൂട്ടവകാശികളായി ഇസാക്കിനോടും യാക്കോവിനോടും കൂടെ കൂടാരങ്ങൾ പാർത്തുകൊണ്ട് ദൈവം ശില്പി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നോക്കിയാൽ കാണുവാൻ സാധിക്കും. അബ്രഹാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടതായി കാണുവാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകം നമുക്ക് കാണുവാൻ സാധിക്കും. 12-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. യഹോവ അബ്രഹാമിനോട് അരുൾ ചെയ്തെന്നാൽ, നീ നിൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നോട് കാൺപാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, പ്രിയ മാതാപിതാവേ, നിനക്ക് ജയം പ്രാപിക്കണമെങ്കിൽ നിൻ്റെ പാരമ്പര്യത്തെ വിട്ടുപേക്ഷിച്ച് ക്രിസ്തുവാകുന്ന
ആ പാതയിലേക്ക് നീ യാത്ര ചെയ്യുവാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ നിൻ്റെ പാരമ്പര്യത്തെ, നിൻ്റെ വാഴ്ചയുടെ അവസ്ഥകൾ, നിൻ്റെ പാരമ്പര്യ അവസ്ഥകളെ ഉപേക്ഷിച്ച് അബ്രഹാമിനെ പോലെ കർത്താവിൻ്റെ വാക്കനുസരിച്ച് നീ യാത്ര ചെയ്യുവാൻ ഇന്ന് ഒരു തീരുമാനമെടുത്താൽ നിൻ്റെ സാഹചര്യങ്ങളെ മാറ്റി, ഞാൻ നിൻ്റെ ദേശത്ത് നിൻ്റെ സ്ഥിതികളെ മാറ്റി ഞാൻ നിന്നെ ഉയർത്തുമെന്ന് ഈ പ്രോഗ്രാം കാണുന്ന ചില തകർച്ചയിലിരിക്കുന്ന ചില വ്യക്തികളോട്, ചില മാതാപിതാക്കളോട്, ചില സഹോദരീ സഹോദരന്മാരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. അന്തര ഹൗഷബലഘടകസ്യ അർത്ഥം ധരബലഘടകസ്യ. നിൻ്റെ പ്രതിഭവനത്തെ നീ ഉപേക്ഷിച്ച്, നിൻ്റെ പ്രതിഭവനത്തെ, നിൻ്റെ വാഴ്ചകളെയും അധികാരങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട്, അന്ധകാര ശക്തിയിൽ നിന്ന് നീ ഉപേക്ഷിച്ചുകൊണ്ട് നീ ഇന്ന് അബ്രഹാമിനെ പോലെ ഇന്ന് പുറപ്പെടുവാൻ ഒരു തീരുമാനമെടുത്താൽ ഞാൻ നിൻ്റെ ദേശത്തെ, ഞാൻ നിന്നെ വാസിക്കുന്ന ദേശത്തെ ഞാൻ നിന്നെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയാക്കുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചില ശൂന്യതയിലിരിക്കുന്ന ചില കുടുംബങ്ങളോട്, ചില മാതാപിതാക്കളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ സാധിക്കും. യഹോവ അബ്രഹാമിനോട് അരുൾ ചെയ്തതെന്തെന്നാൽ, നീ നിൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാൺപാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേർ വലുതാക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിൽ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രഹാം പുറപ്പെട്ട് ലോത്തും അവനോട് കൂടെ പോയി. ഹാരാനിൽ നിന്ന് പുറപ്പെടുമ്പോൾ അബ്രഹാമിന് 75 വയസ്സായിരുന്നു. അബ്രഹാം തൻ്റെ ഭാര്യയായ സാറയെയും സഹോദരൻ്റെ മകനായ ലോത്തിനെയും തങ്ങൾ ഉണ്ടാക്കിയ സമ്പത്തുകളൊക്കെയും തങ്ങൾ ആരോഹിൽ വെച്ച് സമ്പാദിച്ച ആളുകളെയും കൂട്ടിക്കൊണ്ട് കാനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു. കാനാൻ ദേശത്തി അബ്രഹാം ശെക്കലിന് സ്ഥലം വരെ എൽവൻ വരെ ദേശത്ത് കൂടി സഞ്ചരിച്ചു. അന്ന് കാനാന്യർ ദേശത്ത് പാർത്തിരുന്നു. യഹോവ അബ്രഹാമിനോട് പ്രത്യക്ഷനായി, നിൻ്റെ സന്തതിക്ക് ഈ ദേശം കൊടുക്കുമെന്ന് അരുൾ ചെയ്തു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ദൈവത്തിൻ്റെ വാക്കനുസരിച്ചുകൊണ്ട് തൻ്റെ ദേശത്തെയും പ്രതിഭവനത്തെയും തൻ്റെ സർവ്വത്തെയും വിട്ടുകൊണ്ട് ഇറങ്ങിയ ഒരു അബ്രഹാമിനെ നമുക്ക് കാണുവാൻ സാധിക്കും. എല്ലാം അബ്രഹാം ഒരു വിശ്വാസത്തിലാണ് ഇറങ്ങിയത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, പ്രിയ മാതാവേ, നീയും നിൻ്റെ പിതൃഭവനത്തെയും നിൻ്റെ ബന്ധുമിത്രാദികളെയും മറന്നുകൊണ്ട് നീ ക്രിസ്തുവിനായി ഇറങ്ങിയ വ്യക്തി ജീവിതമേ, നീ ഭയപ്പെടേണ്ട, നീ ഭാരപ്പെടേണ്ട. ഞാൻ ഒറ്റപ്പെട്ട അവസ്ഥയാണ്, എന്നെ സഹായിക്കുവാൻ ആരുമില്ലെന്ന് പറയുന്ന വ്യക്തി ജീവിതമേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, പ്രിയ പിതാവേ, പ്രിയ മാതാവേ, നീ ഭയപ്പെടേണ്ട. ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. അതെ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, പ്രിയ വ്യക്തി ജീവിതമേ, അബ്രഹാമിനെ പോലെ അതേ നീയും വാഗ്ദത്തനായി പുറപ്പെട്ട വ്യക്തി ജീവിതമേ, അതെ നിൻ്റെ സാഹചര്യങ്ങളെ അറിയുന്നവനായ ദൈവം, അവൻ അത്ഭുത മന്ത്രിയാം ദൈവമാണ്. ആ കർത്താവ് നിൻ്റെ സാഹചര്യങ്ങളെ മാറ്റി നീ ദേശത്ത് നിന്നെ ഉയർത്തുമെന്ന്, നിൻ്റെ സാഹചര്യങ്ങളെ മാറ്റുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. അബ്രഹാം ദൈവത്തിൻ്റെ വാക്കുകളെ അനുസരിച്ച് മുന്നോട്ട് യാത്ര ചെയ്തപ്പോൾ, ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 15-ാം അധ്യായമായപ്പോൾ അബ്രഹാം ദൈവത്തോട് ചോദിക്കുവാൻ ഇടവന്നു, കർത്താവേ, നിൻ്റെ കൂടെ നടന്നാൽ നീ എനിക്ക് എന്ത് തരുമെന്ന് എന്ത് ചോദിക്കുവാൻ ഇടവന്നു. അതിനുശേഷം അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുൾപ്പാടുണ്ടായെന്നാൽ, അബ്രഹാമേ, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ പരിചയും നിൻ്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. അതിന് അബ്രഹാം, കർത്താവായ യഹോവേ, നീ എനിക്ക് എന്തു തരും? അബ്രഹാമിൻ്റെ ചോദ്യം ഇതാണ്, ദൈവമേ, ഞാൻ നിന്നെ സേവിച്ചിട്ട് നീ എനിക്ക് എന്തു തരും? ഞാൻ ഒരു മക്കളില്ലാത്തവനാണ്, ഞാൻ വാർദ്ധക്യത്തിലാണ്,
എൻ്റെ വസ്തുക്കൾക്ക് അവകാശി ആരുമില്ല എന്നുള്ള അബ്രഹാമിൻ്റെ ഹൃദയമിടിപ്പുള്ള ആ ഞെരുക്കത്തെ അറിയുന്ന ആ കർത്താവ് അബ്രഹാമിനോട് പറയുകയാണ്. അതിനുശേഷം അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുൾപ്പാട് ഉണ്ടായതെന്തെന്നാൽ, അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ പരിചയും നിൻ്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. അതിന് അബ്രാം, കർത്താവായ യഹോവേ, നീ എനിക്ക് എന്ത് തരും? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ. എന്നെ കേൾക്കുന്ന പ്രിയ വ്യക്തി ജീവിതമേ, മക്കളില്ലാതെ ഭാരപ്പെടുന്ന അനേക കുടുംബ ജീവിതങ്ങളുണ്ട്, അനേക സഹോദരി സഹോദരന്മാരുണ്ട്. നിങ്ങളും ഈ അബ്രഹാമിനെ പോലെ ഒന്ന് വിശ്വസിച്ചാൽ, എൻ്റെ ദൈവം എനിക്കൊരു കുഞ്ഞിനെ നൽകും, എനിക്കൊരു മകനെ നൽകുമെന്ന് ആര് വിശ്വസിക്കുന്നുവോ, അബ്രഹാമിനെ പോലെ വിശ്വസിക്കുവാൻ, അബ്രഹാമിനെ പോലെ ചിലതിനെ ഉപേക്ഷിച്ച് യേശു ക്രിസ്തുവിൻ്റെ വാക്കനുസരിച്ച്, ദൈവവചനമനുസരിച്ച് നീ ഇന്ന് മുന്നോട്ട് പോകുവാൻ തയ്യാറെടുക്കുന്നുവെങ്കിൽ, ഈ മീഡിയയിലൂടെ കാണുന്ന ചില കുടുംബ വ്യക്തികൾക്ക്, ചില കുടുംബ ജീവിതങ്ങൾക്ക്, അതേ സന്താനമില്ലാത്ത കുടുംബങ്ങൾക്ക്, വ്യക്തി ജീവിതങ്ങൾക്ക് സന്താനത്തെ നൽകുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവചന ആത്മാവിൽ വിളിച്ചു പറയുന്നു. അൽഹോ ഹൗട്ട ഹസ്തുര രഹസ്യ. അതിന് ഒരു വ്യവസ്ഥ മാത്രമേ ഉള്ളൂ. നീ ദൈവത്തിൻ്റെ വചനത്തെ പരിപാലിക്കണം. ദൈവത്തിൻ്റെ വചനത്തെ പാലിക്കുവാൻ, നിൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും നിൻ്റെ എല്ലാ ആരാധനകളെയും വിട്ടും നീ ക്രിസ്തുവിനെ സേവിക്കുവാൻ, പൂർണ്ണമായി സേവിക്കുവാൻ ഇന്നൊരു തീരുമാനമെടുത്താൽ, നിൻ്റെ സാഹചര്യങ്ങളെ മാറ്റി, നിനക്ക് വർഷങ്ങളായി സന്താനമില്ലാത്ത അവസ്ഥകൾ മാറ്റി, നിനക്ക് സന്താനത്തെ, അബ്രഹാമിന് ദൈവം തൻ്റെ വാർദ്ധക്യത്തിൽ സന്താനം കൊടുത്തെങ്കിൽ, ഒരു മകനെ കൊടുത്തുവെങ്കിൽ, നിനക്കും സന്താനത്തെ, നിനക്കൊരു കുഞ്ഞിനെ നൽകുമെന്ന് ചില വ്യക്തിമണ്ഡലങ്ങളോട്, ചില കുടുംബങ്ങളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ, എൻ്റെ അവകാശി ദമശ്കൊസ്കാരനായ ഈ എലസ്യർ അത്രേ എന്ന് പറഞ്ഞു. നീ എനിക്കൊരു സന്തതിയെ തന്നിട്ടില്ല. എൻ്റെ വീട്ടിൽ ജനിച്ച ദാസൻ എൻ്റെ അവകാശമാകുമെന്ന് അബ്രാ എന്ന് പറഞ്ഞു. അവൻ അവകാശിയാകില്ല. നിൻ്റെ ഉദരത്തിൽ നിന്നും പുറപ്പെടുന്നവൻ തന്നെ നിൻ്റെ അവകാശി ആകുമെന്ന് യഹോവയുടെ അരുൾപ്പാടുണ്ടായി. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, അബ്രഹാം ദൈവത്തോട് പറയുകയാണ്, സ്നേഹിതനായി നടന്നുകൊണ്ട് ദൈവവും അബ്രഹാമും ഒരു സ്നേഹിതനെ പോലായിരുന്നു അവർ സംസാരിച്ചത്. അബ്രഹാം ദൈവത്തോട് പറയുന്നു, എനിക്കൊരു അവകാശിയില്ല, എൻ്റെ ഈ സ്വത്തുക്കൾക്ക് കുഴിച്ചു കൊടുക്കുവാൻ എനിക്കൊരു അവകാശിയില്ല. അതേ, അബ്രഹാമിൻ്റെ ജീവിതത്തിൻ്റെ ഭാരങ്ങൾ വ്യത്യസ്തമായിരുന്നു. എൻ്റെ ഈ അവകാശം മറ്റൊരു വ്യക്തിക്ക് മാറിപ്പോകുമോ എന്നുള്ള ഭാരപ്പെടുന്ന ഒരു അബ്രഹാമിനെ നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ, എൻ്റെ അവകാശി ദമശ്കൊസ്കാരനായ ഈ എലസ്യർ അത്രേ എന്ന് പറഞ്ഞു. നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല. എൻ്റെ വീട്ടിൽ ജനിച്ച എൻ്റെ ദാസൻ്റെ അവകാശിയാകുന്നു എന്ന് അബ്രഹാം പറഞ്ഞു. അവൻ നിൻ്റെ അവകാശിയാകില്ല. നിൻ്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിൻ്റെ അവകാശിയാകും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ഇന്ന് ഈ പ്രോഗ്രാം കാണുന്ന മക്കളില്ലാത്ത ചില വ്യക്തികളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. നീ വചനം വിശ്വസിച്ചാൽ നിൻ്റെ ഉദരത്തിൽ നിന്നും പുറപ്പെടുന്നവൻ തന്നെ നിൻ്റെ അവകാശിയാകും. പ്രിയ മാതാവേ, പ്രിയ പിതാവേ, നീ ഈ വചനം വിശ്വസിക്കുന്നുവോ? ദൈവത്തിൻ്റെ അരുൾപ്പാടാണ്. നിൻ്റെ ഉദരത്തിൽ നിൻ്റെ അവകാശിയാകും. നിൻ്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിൻ്റെ അവകാശിയാകും. മക്കളില്ലാതെ ഭാരപ്പെടുന്ന, നിരാശയിലിരിക്കുന്ന വ്യക്തി ജീവിതമേ, നീ വിശ്വസിക്കുക. നിൻ്റെ ഉദരത്തിൽ പുറപ്പെടുന്നവൻ തന്നെ നിൻ്റെ അവകാശിയാകും. അബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദത്തമാണ്. ആ വാഗ്ദത്തം ചില കുടുംബങ്ങളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൈമാറുകയാണ്. നിൻ്റെ ഉദരത്തിൽ നിന്നും പുറപ്പെടുന്നവൻ തന്നെ നിൻ്റെ അവകാശിയാകുമെന്ന് അവന് യഹോവയുടെ അരുൾപ്പാടുണ്ടായി. ആരെല്ലാം ഈ വചനം വിശ്വസിക്കുന്നുവോ, കർത്താവെ,
ഞാൻ വർഷങ്ങളായി അനേക ഹോസ്പിറ്റലുകൾ കാണിച്ച അവസ്ഥയാണ്, ശൂന്യാവസ്ഥയാണ്. എന്നാൽ ഞാൻ ഈ വചനത്തെ വിശ്വസിക്കുന്നു. ദൈവം അബ്രഹാമിനോട് അരുൾ ചെയ്ത വാക്കാണ്, അബ്രഹാമേ, നിൻ്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിൻ്റെ അവകാശിയാകുമെന്ന് അവന് യഹോവയുടെ അരുൾപ്പാടുണ്ടായി. ഇത് ആര് വിശ്വസിക്കുന്നുവോ, ഒരു വാക്കിനാൽ പ്രപഞ്ചത്തെ മുഴുവനും ഉളവാക്കിയവനായ ദൈവം, അവൻ ശൂന്യതയിൽ നിന്നും മക്കളെ ഉണ്ടാക്കുവാൻ കഴിയുന്ന ദൈവം, അവൻ കല്ലിനിൽ നിന്നും മക്കളെ ഉണ്ടാക്കുവാൻ കഴിയുന്ന ദൈവം, ഒരു വാക്കിനാൽ പ്രപഞ്ചത്തെ മുഴുവനും വിളിച്ചു വരുത്തിയവനായ ദൈവം. ആ ക്രിസ്തുവിനെ, ആ യേശു കർത്താവിനെ നീ വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. നീ ഒന്ന് മാത്രം വിശ്വസിക്കുക, നിൻ്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിൻ്റെ അവകാശിയാകും എന്ന് അവൻ യഹോവയുടെ അരുൾപ്പാടുണ്ടായി. പിന്നെ അവനെ പുറത്തു കൊണ്ടുവന്ന് ചെന്നു, നീ ആകാശത്തിലേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുന്നുവെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നിൻ്റെ സന്തതി ഇങ്ങനെയാക്കുമെന്ന് അവനോട് കൽപ്പിച്ചു. അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിക്കായി കണക്കിട്ടു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മൾ ശൂന്യാവസ്ഥയിലാണോ? നീ വിശ്വസിച്ചാൽ അത് നീതിക്കായി കണക്കിടുന്ന ഒരു ദൈവമുണ്ട്, പ്രതിഫലം തരുന്ന ഒരു ദൈവമുണ്ട്. നീ വിശ്വസിച്ചാൽ അത് നീതിക്കായി, നന്മയ്ക്കായി കരുതുന്ന ഒരു സ്വർഗത്തിലെ ഒരു അപ്പച്ചനുണ്ട്. വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയമാകുന്നു. ഈ പ്രോഗ്രാം കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ അതേ ശൂന്യതയിലിരിക്കുന്ന കുടുംബജീവിതമേ, സന്താനമില്ലായിരിക്കുന്ന കുടുംബജീവിതമേ, ബിസിനസ് തകർച്ചയിലിരിക്കുന്ന കുടുംബജീവിതമേ, മക്കളുടെ വിദ്യാഭ്യാസം ചെയ്യാതെ കുഞ്ഞുങ്ങൾ വർഷങ്ങളായി ഭവനത്തിലിരിക്കുന്ന കുടുംബമേ, നീ വിശ്വസിക്കുക, എൻ്റെ കർത്താവിനാൽ എല്ലാം സാധ്യമാണ്. എൻ്റെ കർത്താവിനാൽ എൻ്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുവാൻ സാധിക്കും. എൻ്റെ കർത്താവിനാൽ ഞാൻ ഒരു പുതിയ ഭവനം പണിയുമെന്ന് ഒരു വിശ്വാസം, ഒരു കാഴ്ചപ്പാട് നിൻ്റെ ജീവിതത്തിൽ ഭരിക്കുകയാണെങ്കിൽ നിശ്ചയമായി അവിശ്വാസം അത് നീതിയായി ദൈവം കണക്കിട്ട് നിൻ്റെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കും. വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയമാകുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, നിൻ്റെ ജീവിതത്തിലുള്ള വിഷയം അത് ചെറുതാക്കിക്കൊണ്ട് യേശുക്രിസ്തു നിൻ്റെ വിഷയത്തിൽ വലുതാണെന്ന് നീ വിശ്വസിച്ചാൽ അത്ഭുതത്തെ കാണുവാൻ സാധിക്കും. അവൻ ഒരു വാക്കിനാൽ പ്രപഞ്ചത്തെ മുഴുവനും ഉളവാക്കിയവനായ ദൈവം. അൻഥന ശബലഘടകസ്യ, വിശ്വാസത്താൽ അബ്രഹാം എല്ലാം തൻ്റെ ദേശത്തെയും പ്രതിഭവനത്തെയും പുറപ്പെട്ട് അതേ വാഗ്ദത്ത ദേശത്തിലേക്ക് പുറപ്പെട്ടപ്പോൾ അത് നീതിക്കായി കണക്കിട്ട് അബ്രഹാമിന് മക്കളില്ലാത്ത അവസ്ഥകളെ ദൈവം മാറ്റി തൻ്റെ വാർദ്ധക്യത്തിൽ ഒരു മകനെ കൊടുത്ത ദൈവം. പ്രിയ വ്യക്തി ജീവിതമേ, പ്രിയ കുടുംബമേ, ഭാരപ്പെടുന്ന വ്യക്തി ജീവിതമേ, നിനക്കും അവൻ ഒരു മകനെ തരുവാൻ എൻ്റെ ദൈവം അവൻ ശക്തനാണ്. അവൻ സർവശക്തനായ ദൈവമാണ്. യഹോവയ്ക്ക് അതേ നിൻ്റെ മഹത്വം യഹോവയ്ക്ക് കൊടുക്കുവാൻ നീ തീരുമാനമെടുക്കുന്നുവെങ്കിൽ, നീ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുവാൻ ഇന്ന് തീരുമാനമെടുത്താൽ നിശ്ചയമായി ഈ അനേക ശൂന്യതയിലിരിക്കുന്ന കുടുംബജീവിതത്തിൻ്റെ ശൂന്യതകളെ മാറ്റുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആത്മാവിൽ വിളിച്ചു പറയുന്നു. അൽ ഹൗഡവല ഹസ്തിയ, ശൂന്യതയിലിരിക്കുന്ന, ബിസിനസ് തകർച്ചയിലിരിക്കുന്ന അനേക വ്യക്തികളുണ്ട്. ഗൾഫ് മേഖലകളിലും യൂറോപ്പ് മേഖലകളിലും അവർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. പ്രിയ വ്യക്തിയെ, നീ വിശ്വസിക്കുന്നുവോ? എൻ്റെ യേശുവിനാൽ, എൻ്റെ ദൈവത്തിനാൽ എൻ്റെ കടഭാരങ്ങളെ മാറ്റി ഞാൻ ബിസിനസ് മേഖലകളെ ആര് വിശ്വസിക്കുന്നുവോ ഈ തകർച്ചകളെ മാറ്റി എൻ്റെ യേശു കർത്താവിനാൽ ഞാൻ ഉയർക്കപ്പെടും. ഞാൻ ഈ കഷ്ടതകളെ മാറ്റി അതേ ഞാൻ നല്ല ഒരു ബിസിനസ് മേഖല ചെയ്യുമെന്ന് ചില വ്യക്തിമണ്ഡലങ്ങളോട്, അതേ അവിശ്വാസമുള്ള വ്യക്തിമണ്ഡലങ്ങളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാകുവാൻ ചെയ്യും. നിൻ്റെ അവിശ്വാസത്തെ വിട്ടുകൊണ്ട് എൻ്റെ ദൈവത്താൽ ഇത് സാധ്യമാണ്, ഞാൻ ഈ തകർച്ചകളെ ജയിക്കുമെന്ന് ആര് വിശ്വസിക്കുന്നുവോ അവരുടെ ജീവിതത്തിൽ നിശ്ചയമായി ഉയർച്ച പ്രാപിക്കുവാൻ സാധിക്കും. വിശ്വാസമെന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയമാകുന്നു. കർത്താവ്
കർത്താവെ, ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെ അനുഗ്രഹിക്കുന്നു. കുടുംബത്തിൽ അവിശ്വാസങ്ങളെ കൊണ്ടുകൊണ്ട് നിരാശകളും ഭാരങ്ങളും പ്രയാസങ്ങളും കൊണ്ടുവരുന്ന എല്ലാ ഇരുട്ടിൻ്റെ ശക്തികൾ വ്യക്തിമണ്ഡലങ്ങളിൽ നിന്നും മാറട്ടെ. അന്ധകാര ശക്തികൾ തകരട്ടെ. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കുടുംബത്തെ അസമാധാനങ്ങളെയും കടഭാരങ്ങളെയും കൊണ്ടുവന്ന ഇരുട്ടിൻ്റെ വ്യാപാര ശക്തികൾ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ മാറുവാൻ കൽപ്പിക്കുന്നു. ഹബല ഷന്തോ റോഖ നാഥ റേദിയ. യൂറോപ്പിൻ്റെ വിവിധ ഭാഗങ്ങൾ കടഭാരത്താലിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ നിന്നെ വിടുവിക്കുവാൻ അൽ ഹോറവ ഹസ്തിയ, അവൻ സർവശക്തനായ ദൈവമാണ്. നിൻ്റെ ശൂന്യാവസ്ഥകളെ മാറ്റി നിന്നെ ഉയർത്തുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചില തകർച്ചയിലിരിക്കുന്ന ചില ബിസിനസ് മേഖലയിലുള്ള ചില കുടുംബങ്ങളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയമാകുന്നു. ഈ വചന മുഖാന്തരം കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. God bless you.